ശരിക്കും എന്തെങ്കിലുമൊക്കെ അസ്വസ്ഥതകളോടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ ഈശോയുടെ ഈ തിരുമുറിവുകളെ കുറിച്ച് ധ്യാനിക്കണം. ഈശോയുടെ ഇടതുകയിലും വലതുകയിലും ഉണ്ടായ മുറിവ് ആണിപ്പഴുതുകൾ, ഈശോയുടെ ഇടതുകാലിലും വലതുകാലിലും ഉണ്ടായ ആണിപ്പഴുതുകളുടെ മുറിവ് ഏറ്റവും വലുതായിട്ട് ഏറ്റവും സ്നേഹത്തോടെ ഈശോയുടെ തിരുവിലാവിലുണ്ടായ ആ ഒരു തിരുമുറിവിനെ കുറിച്ച് നിങ്ങൾ ധ്യാനിച്ച് അത് ഈ സ്തുതിച്ചുകൊണ്ടിരിക്കണം. ഈശോയുടെ തിരുമുറിവുകളെ ധ്യാനിച്ച് സ്തുതിച്ചുകൊണ്ടിരിക്കുമ്പോൾ, പ്രത്യേകിച്ച് ആരാധനയ്ക്ക് ഇരുന്ന് ഈശോയുടെ തിരുമുറിവുകളെ ധ്യാനിച്ച് സ്തുതിക്കുക. പിശാച് ഓടിയാകലും ഫൗസ്റ്റീനാമ സാക്ഷ്യപ്പെടുത്തുകയാണ്. ശരിക്കും നിങ്ങൾ ഇന്ന് ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് അങ്ങനെ എന്തെങ്കിലും ഒരു അസ്വസ്ഥത, ഒരു പാപപ്രലോഭനായിരിക്കാം, അല്ലെങ്കിൽ പിശാച് നിങ്ങളിങ്ങനെ നിങ്ങളുടെ കുടുംബത്തെ, നിങ്ങളുടെ സ്വസ്ഥതയൊക്കെ നശിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഒരുമിച്ച് ഇല്ലെങ്കിൽ നിങ്ങൾ ഒറ്റയ്ക്കാണെങ്കിൽ ഈശോയുടെ 5 തിരുമുറിവുകളെ ധ്യാനിച്ചുകൊണ്ട് ഈശോയെ സ്തുതിക്കുക. ഈശോയെ, എനിക്ക് വേണ്ടി ഈ കൈകളിൽ മുറിവേറ്റതിന് ഞാൻ നിനക്ക് നന്ദി പറഞ്ഞ് നിന്നെ സ്തുതിക്കുന്നു. കാലുകളിൽ മുറിവേറ്റതിന്, എനിക്ക് പകരം മുറിവേറ്റതിന് ഞാൻ നിനക്ക് നന്ദി പറഞ്ഞ് സ്തുതിക്കുന്നു. എന്നോടുള്ള വലിയ സ്നേഹത്തിൽ അങ്ങനെ തിരുവിലാവിലെ തിരുമുറിവിനെ ഓർത്ത് ഞാൻ അങ്ങേ സ്തുതിക്കുന്നു എന്ന് പറഞ്ഞ് ഈശോയുടെ തിരുമുറിവുകളെ ധ്യാനിച്ച് മഹത്വപ്പെടുത്തുക, സ്തുതിക്കുക. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ബിലീവ് ദിസ്. സാത്താൻ അവരുടെ സൈന്യം മുഴുവൻ കിട്ടുകിട്ട വിറച്ച് നിങ്ങളിൽ നിന്ന്, നിങ്ങളുടെ പ്രിയപ്പെട്ടവരിൽ നിന്ന്, നിങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ നിന്ന് പറന്നാകലും ഓടിയാകലും അവന് പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല. ഈശോയുടെ മക്കൾ ഈശോയുടെ സ്നേഹത്തിന്റെ ആ സ്നേഹം ഒഴുകി വന്ന 5 മുറിവുകളിലെ ആ സ്നേഹത്തെ, ആ നന്മയെ ധ്യാനിച്ച് മഹത്വപ്പെടുത്തുമ്പോൾ പിശാചിന് നമ്മളെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ പറ്റില്ല. എല്ലാ അസ്വസ്ഥതയും മാറും, എല്ലാ ഭയങ്ങളും മാറും, പിശാചിന്റെ എല്ലാ ആധിപത്യങ്ങളും നിങ്ങളിൽ നിന്ന്, നിങ്ങളുടെ കുടുംബങ്ങളിൽ നിന്ന് മാറും. അത് സാധിക്കട്ടെ. ഈശോയുടെ 5 തിരുമുറിവുകൾ ഒഴുകുന്ന ആ കരുണ നിങ്ങളിലേക്കും, നിങ്ങളായിരിക്കുന്ന ഇടങ്ങളിലേക്കും, നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്കും നിറയട്ടെ എന്ന് ഈശോയുടെ നാമത്തിൽ പ്രാർത്ഥിച്ചെന്ന് നിങ്ങളെ അനുഗ്രഹിക്കുന്നു.